എന്താടാ ദാസ? ഇടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ദാസ, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. നമസ്കാരം. നാടോടിക്കാറ്റ് എന്ന സിനിമയിലെ ഈ ഡയലോഗ് മലയാളി ഒരിക്കലും മറക്കില്ല. എന്തുകൊണ്ടാണ് ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? അതിന് ഉത്തരമായി പറയുന്നു, എല്ലാറ്റിനും ഒരു സമയമുണ്ടെന്ന്. ദാസനും വിജയനും തമ്മിലുള്ള ഈ സംഭാഷണം ആളുകൾ, ആയമാർ, പ്രീ പ്രൈമറി ടീച്ചർമാർ തുടങ്ങി സമൂഹത്തിൻ്റെ താഴത്തെ തട്ടിൽ നക്കാപ്പിച്ചയ്ക്ക് പണിയെടുക്കുന്ന കുറേയധികം മനുഷ്യരുണ്ട്. ഇവരൊക്കെ അവരുടെ ആയുസ് സമൂഹത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. പക്ഷെ ജീവിക്കാനുള്ള പണം അവർക്ക് കൊടുക്കുന്നില്ല. 4000-ഉം 5000-ഉം രൂപ വാങ്ങുന്ന പ്രീ പ്രൈമറി ടീച്ചർമാരുടെ അവസ്ഥ അതിദയനീയമാണ്. അവരുടെ കണ്ണുനീർ കാണാൻ പിണറായിക്കും ക്രോണികൾക്കും കഴിഞ്ഞില്ല. പാവങ്ങളുടെ സർക്കാരാണെന്ന് പറഞ്ഞിട്ട് അവരെ ആട്ടിപ്പായിച്ചു. അവരോട് വി ഡി സതീശൻ ആദ്യ ദിനം പറഞ്ഞു, 1000 രൂപ വീതം തൽക്കാലം കൂട്ടിത്തരാം, നിങ്ങളുടെ പ്രശ്നം ഞങ്ങൾ വിശദമായി പഠിക്കാം, പരിഹാരമുണ്ടാക്കാമെന്ന്. എന്താ വിജയ ഈ ബുദ്ധി താങ്കൾക്ക് നേരത്തെ തോന്നാതിരുന്നത്? അവരെ ഒന്ന് കാണാൻ സമ്മതിച്ചിരുന്നെങ്കിൽ, അവരെ ഒന്ന് തോളിൽ തട്ടി ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ, എന്തെങ്കിലും ഒരു വർധനവ് തരാം, വിശദമായി പഠിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തു സംഭവിക്കുമായിരുന്നു? നിങ്ങളുടെ ഈഗോ, നിങ്ങളുടെ അഹങ്കാരം, ധാർഷ്ട്യം അതിനനുവദിച്ചില്ല. അത് തന്നെയായിരിക്കും വിജയൻ സ്റ്റേജിലിരുന്നു കൊണ്ട് സ്വയം ചോദിച്ചത്, എന്താ വിജയ ഈ ബുദ്ധി നമുക്ക് നേരത്തെ തോന്നാതിരുന്നത് എന്ന്. ജനാധിപത്യത്തിൻ്റെ ഭാഗമായി പ്രതിഷേധിക്കാനുള്ള അവകാശം വിനിയോഗിച്ചുകൊണ്ട് ഒന്ന് കരിങ്കൊടി കാണിച്ചപ്പോൾ വിജയന്റെ പോലീസ് എന്തൊക്കെ വൃത്തികേടാണ് കാട്ടിക്കൂട്ടിയത്. ചെടിച്ചട്ടിയെടുത്ത് കുട്ടികളുടെ തല തല്ലിപ്പൊട്ടിച്ചു. കരിങ്കൊടി കാണിച്ചതിൻ്റെ പേരിൽ ചവിട്ടിക്കൂട്ടി വധശ്രമത്തിൻ്റെ പേരിൽ പിള്ളേരെ ജയിലിൽ അടച്ചു. ഭ്രാന്ത് പിടിച്ചതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കഴുത്തുളുക്കി ആശുപത്രിയിൽ പോയി കൊല്ലാൻ ശ്രമിച്ചെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ഐസിയുവിൽ പ്രവേശിപ്പിച്ച് ജനതയെ പരീക്ഷിച്ചു. എന്തിനായിരുന്നു ഈ പണിയൊക്കെ? ഇപ്പോഴിതാ അന്വേഷിക്കുകയാണ് അതൊക്കെ. പിണറായി ചിരഞ്ജീവിയാണെന്നും എക്കാലവും മുഖ്യമന്ത്രിയാണ് എന്നും കരുതി അനിലെന്നും സന്ദീപെന്നും പേരുള്ള ആ പോലീസുകാരെ പോലെ നാടുനീള അഴിഞ്ഞാടിയ ചുവപ്പണിഞ്ഞ കുറെ സാമൂഹ്യ വിരുദ്ധ പോലീസിലുണ്ടായിരുന്നു. അവർക്കിട്ടൊക്കെ പണി തുടങ്ങിയെന്ന് ആദ്യ മന്ത്രിസഭാ തീരുമാനം വ്യക്തമാക്കുന്നു. നിയമത്തെ മറികടന്നുകൊണ്ട്, ഭരണഘടന ലംഘിച്ചുകൊണ്ട്, പിണറായിയിൽ അമിതമായി ആത്മവിശ്വാസം അർപ്പിച്ച് പാവപ്പെട്ട വിദ്യാർത്ഥികളെ തല്ലിപ്പൊളിച്ചവരെയൊക്കെ വെറുതെ വിടാതിരിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തിനു വേണ്ടിയായിരുന്നു ഇതൊക്കെ? ഒരിക്കലും തൻ്റെ കീഴിലെ അധികാരം ഒലിച്ചു പോവില്ല എന്ന് കരുതിയിരുന്നത് കൊണ്ടോ? എന്നിട്ടിപ്പോൾ എന്തായി? ജനക്കൂട്ടം ഒരു സാഗരം പോലെ ആർത്തു വിളിച്ചപ്പോഴെങ്കിലും തലയിൽ വെള്ളി വെളിച്ചം കയറിയോ? അതെ, മുഖ്യമന്ത്രി വി ഡി സതീശൻ പണി തുടങ്ങിയതേ ഉള്ളൂ. എവിടെയൊളിക്കും ഭഗവാനെ എന്ന് ചോദിച്ച് നിർത്താതെ ഓടുകയാണ്